നിങ്ങളുടെ പാസ്പോർട്ട് കളഞ്ഞു പോയോ ഡാമേജ് ആയോ? അന്ന് ഈ വീഡിയോ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നത് ഫുള്ള് കണ്ടോ? നിങ്ങളുടെ ഫാമിലിയുടെയും സേഫ്റ്റിന് യു എ ഗവൺമെന്റ് നോക്കിക്കോളും. നിങ്ങളൊരു ഗോൾഡൻ വിസ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ വേൾഡിന്റെ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്തു. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യു എ ഗവൺമെന്റ് നിങ്ങൾക്ക് 24/7 ഒരു ഹെൽപ്പ് ലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഗോൾഡൻ വിസ ഹോൾഡേഴ്സിന് മാത്രമാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റീസോ കാര്യങ്ങളോ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി നൽകി ഇവാക്യുവേഷൻ സർവീസ് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് ഡാമേജ് ആവുകയോ കളഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാവൽ ഡോക്യുമെന്റ് യു എ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. നിങ്ങൾ എബ്രോഡ് ആയിരിക്കുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ലവ്ഡ് വൺസ് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ബെറിയൽ കാര്യങ്ങളെല്ലാം ഫുൾ ഫാമിലിയോടെ കൂടെ തന്നെ യു എ ഗവൺമെന്റ് അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം യു എ ഗവൺമെന്റ് യു എ സിറ്റിസൺസിന് എസ്പെഷ്യലി ഗോൾഡൻ വിസ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് ആൻഡ് ടോപ്പ് പ്രയോറിറ്റീസ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ 2 മില്യൺ വർത്തുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ എലിജിബിൾ ആവും. നിങ്ങൾ ഒറ്റയടിക്ക് ക്യാഷ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 24% നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ അടയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഗോൾഡൻ വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പേയ്മെന്റ് പ്ലാൻ ആയിട്ട് മന്ത്ലി 1% വരെ തരുന്ന ഡെവലപ്പേഴ്സ് കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.